Hello, welcome back to Mrs. Malabar. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചാലഞ്ച് ഒക്കെ പോലെയാണ്. അതായത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇഫ്താർ ഫുൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജ്യൂസും സ്നാക്കും ഒക്കെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനിപ്പോൾ ഡബിൾ ഓസിൻ്റെ ഈസി പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പത്തിരിപ്പൊടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് പൊടിയിട്ട് അത് വാട്ടി കുഴച്ച് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക. ഇതൊന്നും വേണ്ട, നമ്മൾ നേരിട്ട് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. നല്ല ഈസിയാണ്, കൈ പൊള്ളുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ഞാൻ ആദ്യം പൊടി കുഴച്ച് വെക്കുകയാണ്. മെഷറിംഗ് കപ്പും ഒരു ബൗളും എടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന കണക്ക് വെച്ച് നോക്കിയാൽ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പാണ് എടുക്കണത്. ഇന്നൊരു 3-4 ഐറ്റംസ് ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് പൊടി മതിയാവും. അതിനൊക്കെ മെഷർ ചെയ്തിട്ട് 2 കപ്പ് എടുക്കുകയാണ്. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഡയറക്റ്റായിട്ട് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഒന്ന് കുഴച്ച് നോക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ 2.25 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന ആ പൊടി വാട്ടിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത്രയും സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പത്തിരിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഒരു 5 ബോൾസ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഉമ്മ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരത്തി കാണിച്ചു തരാം. ഞാനിപ്പോൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് പരത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളറൊക്കെ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല നൈസായിട്ട് പരന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ സാധാ പത്തിരി പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കുകയാണ്. ഇനി ഞാൻ കുഞ്ഞിപ്പിടി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവെടുത്ത് അതിങ്ങനെ ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനുണ്ട്. അതിന് ഞാൻ അനീസ്കനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അനീസ്ക ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് ഉരുട്ടി തരുന്നുണ്ട്. കുഞ്ഞിപ്പിടിക്കായിട്ട് നമ്മളിങ്ങനെ കുഞ്ഞ് ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ചിലർ നീളത്തിലൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കൽ. അങ്ങനെ ഉമ്മ ഞാൻ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. നല്ലോണം പൊങ്ങി വരുന്നൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ ദാ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അടുത്തതായിട്ട് 2 സ്നാക്കാണ് കാണിക്കാൻ പോണത്. ഒരൊറ്റ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 സ്നാക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 വലിയ ഉള്ളി എടുത്തതാണ്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യമാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഉമ്മ ബീഫ് കറി വെച്ചതിന് കുറച്ച് ബീഫും എടുത്തിന്. നിങ്ങൾക്ക് ബീഫോ ചിക്കനോ മുട്ടയോ അങ്ങനെ എന്തും ഇതിനായിട്ട് ഫില്ലിങ്ങിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ബീഫൊക്കെ ചെറുതായിട്ടൊന്ന് പിച്ചിയെടുക്കണം. ഇനി മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുകയാണ്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് ചെയ്യണത്. അപ്പോൾ അധികം സ്പൈസസ് ഒന്നും ചേർക്കണില്ല. കുറച്ച് ഉപ്പും പിന്നെ ഒരു ഇത്തിരി ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ പിച്ചി വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അവസാനം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. നമ്മുടെ ഫസ്റ്റത്തെ സ്നാക്ക് ഞാൻ മോമോസിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് ഒരു ചെറിയ ബോളാക്കി എടുത്തിട്ട് അതിങ്ങനെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. ഇനി ഈ പത്തിരിയിലൊക്കെ നമുക്ക് നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ടത് മോമോസിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂണ് ഫില്ലിങ്ങാണ് വെക്കണേ. കുറച്ച് വെച്ചാൽ മതി, കൂടുതലായി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. ഇനി ഇത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് സെൻറ്ററിലേക്ക് ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ മോമോസിൻ്റെ ഒരു ഷേപ്പായിട്ട് വരും. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും ആക്കിയെടുക്കുകയാണ്. ഇനി ഞാൻ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ മാവിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതൊരു ബോളാക്കി ഉരുട്ടിയെടുക്കുക. ഒരു കുഞ്ഞു ബോളായിപ്പോയി. കുറച്ചും കൂടെ വലുപ്പമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ റോൾ ചെയ്തെടുക്കാനും ഒക്കെ ഈസിയാവും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ചെയ്തെടുക്കണേ. അതിന് വേണ്ടിയിട്ട് പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഇത് ഉരുട്ടി ഒരു ബോളാക്കി മാറ്റും. പിന്നെ ഡബിളോസ് ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്, പത്തിരി പലതരം എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടപ്പെട്ടൊരു പത്തിരിൻ്റെ റെസിപ്പി, നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഈ ഡബിളോസിൻ്റെ ഈസി പത്തിരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുക. എന്നിട്ടത് വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇവരുമായിട്ട് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യേണ്ട ലിങ്കൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ട് നോക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ലക്കി വിന്നർക്ക് കിട്ടാൻ പോകുന്ന സമ്മാനമാണ് അടിപൊളി ഒരു ഫുൾ വീഡിയോ പ്രൊഡക്ഷൻ കിറ്റാണ് ഇവർ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ബഡ്ഡിങ് യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ നല്ലൊരു ഗിഫ്റ്റ് ആവും അത്. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെയുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനുണ്ട്. കുഞ്ഞിപ്പിടി പായസത്തിനുള്ളത് അനീസ്ക റെഡിയാക്കീന്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് വെക്കണേ. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ഇനി ഒരു തട്ട് വെച്ചതിന് ശേഷം അതിന് മേലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കും. എന്നിട്ട് ഫസ്റ്റ് കുഞ്ഞിപ്പിടിൻ്റെ ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വേറൊരു തട്ട് വെച്ച് അതിലും ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള ബോൾസും പിന്നെ മോമോ ഷേപ്പിലുള്ള ആ സ്നാക്കിൻ്റെതും കൂടെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോക്കിനും ഇതെല്ലാം നല്ലോണം വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്നാക്സും കുഞ്ഞിപ്പിടിയും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം ഈ തട്ടിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ബോൾസിന് ഒരിത്തിരി കൂടെ പണിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മസാല ആക്കിയിട്ടുള്ള ആ പാൻ തന്നെയാണ് വെച്ച് കൊടുക്കണേ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോവും. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണയിലും മുളക് പൊടിയിലും അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ മോമോസും ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അരിപ്പൊടി വെച്ചിട്ട് ഞാനൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം 1/4 കപ്പിലും കുറവ് അരിപ്പൊടി എടുത്തിട്ട് അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ജ്യൂസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള അരിപ്പൊടി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള ആ മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫ്ലേവറിനായിട്ട് മാംഗോൻ്റെ എസെൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഏത് എസെൻസും യൂസ് ചെയ്യാം. എസെൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായ ഇട്ടാലും മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള ജ്യൂസ് റെഡിയായി. പിന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാത്രമേ മാവ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 2 കപ്പ് 3 കപ്പൊക്കെ പാലൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമുക്ക് ആക്കിയെടുക്കാം. ഇതിൽ എസെൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കുഞ്ഞിപ്പിടി പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കണേ. നമ്മളിപ്പോൾ തേങ്ങ ചിരവിയിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് ഫസ്റ്റായിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 1ാം പാൽ. പിന്നെ ആ തേങ്ങാപ്പീരയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്നും കൂടെ അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്നതാണ് 2ാം പാൽ. അപ്പോൾ ആ 2ാം പാലാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ച് കട്ടി കിട്ടാനായിട്ടാണ്. ഇനി കുറച്ച് ഏലക്കായൻ്റെ പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കുഞ്ഞിപ്പിടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കുറുകിയിട്ട് നമ്മൾ നേരത്തെ ഇട്ട ആ മാവൊക്കെ ഒന്ന് മിക്സായി വെന്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ടുണ്ട്. ഇനി ഞാൻ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ വേഗം തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞിപ്പിടി പായസം റെഡിയായി. ഞാനതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ തരിക്കഞ്ഞിയൊക്കെ നമ്മൾ വറവിടുന്ന പോലെ നെയ്യിൽ വറവിട്ട് കഴിഞ്ഞാലും രസമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇന്ന് നല്ല മഴ ആയ കാരണം കറണ്ട് പോയിട്ടുണ്ട്. അതാണ് ലൈറ്റ് ഇല്ലാത്ത. അങ്ങനെ നമ്മൾ എല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറക്കുകയാണ്. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള 2 സ്നാക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ബോൾസ് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. പിന്നെ കുഞ്ഞിപ്പിടി പായസം ഇവിടെ അനിയന്മാർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ജ്യൂസ് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അത് അരിപ്പൊടിയാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല തിക്കായി വന്നീനു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്